നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. വാർത്താ ചിത്രീകരണത്തിനിടെ കാട്ടാനയുടെ ആക്രമണം. മാതൃഭൂമി ന്യൂസ് ക്യാമറാമാന് ദാരുണാന്ത്യം. മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി 34-കാരൻ മുകേഷാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ മലമ്പുഴ പനമരക്കാടിനു സമീപം ആന പുഴ കടന്നുപോകുന്ന ദൃശ്യം പകർത്തുന്നതിനിടെയായിരുന്നു അപകടം. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. കാട്ടാനപ്പേടിയിലമർന്ന് തൃശൂർ വടക്കാഞ്ചേരി നഗരസഭയിലെ അഗമല ഗ്രാമം. തൃശൂരിൽ അതിമാരക മയക്കുമരുന്നായ യെല്ലോ മെത്താംഫെറ്റമിനുമായി 2 പേർ പിടിയിൽ. വല്ലച്ചിറ സ്വദേശി 23 വയസ്സുള്ള അക്ഷയ്, പരിയാരം സ്വദേശി 21 വയസ്സുള്ള അതുൽ കൃഷ്ണ എന്നിവരാണ് ചേർപ്പ് എക്സൈസിന്റെ പിടിയിലായത്. കുന്നംകുളം കേച്ചേരിയിൽ യുവാവ് ബന്ധുവിന്റെ കോഴിക്കട കത്തിച്ച് കടയിലുണ്ടായിരുന്ന നിരവധി കോഴികൾ വെന്തുചത്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കേച്ചേരി എരനെല്ലൂർ സ്വദേശി 32 വയസ്സുള്ള അഖിലിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തിയിൽ വീട്ടമ്മയുടെയും വയോധികയുടെയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ സ്വർണ്ണമാലകൾ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പള്ളിക്കരയിൽ ഏപ്രിൽ 30-നാണ് 80 വയസ്സുള്ള ഊർവശിയുടെയും 40-കാരി രജിതയുടെയും സ്വർണ്ണമാലകൾ ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പാലക്കാട് മലമ്പുഴയിൽ വാർത്താ ചിത്രീകരണത്തിനിടെ കാട്ടാനയുടെ ആക്രമണം. മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷിന് ദാരുണാന്ത്യം. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയായ മുകേഷ് മാതൃഭൂമി ന്യൂസ് പാലക്കാട് ബ്യൂറോയിലെ ക്യാമറാമാനാണ്. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. വിവരമറിഞ്ഞ് പൊതുപ്രവർത്തകരും സാമൂഹ്യ രംഗത്തെ പ്രസിദ്ധരുമടക്കം നിരവധി പേർ ആശുപത്രിയിലെത്തി. ആനക്കൂട്ടം ഇറങ്ങുന്നത് ചിത്രീകരിക്കുന്നതിനായി മുകേഷും സംഘാംഗങ്ങളും പോയതായിരുന്നു. ഇവരുടെ നേർക്ക് പാഞ്ഞെടുത്ത ആനയെ കണ്ടതും സംഘം ചിതറി ഓടുകയായിരുന്നു. ആന തിരിച്ചുപോയതിനു ശേഷമുള്ള തിരച്ചിലിലാണ് മുകേഷ് വീണ കിടക്കുന്നതായി കണ്ടത്. ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാട്ടാനപ്പേടിയിലമർന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ അഗമല ഗ്രാമം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പുറകിലുള്ള അഗമല താഴ്വാരത്തെ തൂമാനം, കുഴിയോട്, പട്ടാണിക്കാട്, ചേപ്പക്കോട് പ്രദേശങ്ങളിലാണ് അടുത്തിടെയായി കാട്ടാനയുൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് വരെ നാട്ടിൽ സ്വൈര്യമായി കഴിഞ്ഞിരുന്നവരാണ് ഇവിടെയുള്ളവർ. എന്നാൽ ഇന്ന് വന്യജീവികളെ പേടിച്ച് വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും മുറ്റത്തേക്ക് പോലും ഇറങ്ങാതെയായി. ഇവിടത്തുകാരിൽ ഭൂരിഭാഗവും കർഷകരാണ്. റബ്ബറാണ് പ്രധാന വിള. ഒപ്പം തെങ്ങും കവുങ്ങും കുരുമുളകും വാഴയും പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇന്നലെ പുലർച്ചെയാണ് മേഖലയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചത്. നേരത്തെ കാട്ടാനയിറങ്ങി 300-ലധികം വാഴകളും തെങ്ങുകളും നശിപ്പിച്ചിരുന്നു. ആനപ്പേടി മൂലം റബ്ബർ ടാപ്പിങ്ങിന് വരെ ആളെ കിട്ടാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആനശല്യത്തിന് പുറമെ കാട്ടുപന്നികളുടെയും മാനിൻ്റെയും മയിലിൻ്റെയും കുരങ്ങുകളുടെയും ശല്യം പ്രദേശത്തുണ്ട്. കുട്ടികളെ വീടിന് പുറത്തേക്ക് കളിക്കാൻ വിടാൻ പോലും ഭയമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതുപോലെ ആന വന്നിട്ടുണ്ടായിരുന്നു. ഇത്ര നാളും നമുക്ക് വീടിന് പറമ്പിലേക്കൊക്കെയാണ് ആന വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ വീട്ടിലേക്കും കൂടെ വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ഓട് വീടാണ്. അപ്പോൾ ആന വന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൃഷി പോകുന്നതിലുപരി നമ്മുടെ ജീവനാണല്ലോ ഏറ്റവും നമുക്ക് വലുത്. പീച്ചി വനമേഖലയിൽ നിന്നുമാണ് വാഴാനിക്കാടുകളിലേക്ക് വന്യജീവികൾ കടക്കുന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു തടയിടാൻ വാഴാനി മുതൽ പട്ടാണിക്കാട് വരെയുള്ള പ്രദേശത്ത് സൗരവേലി സ്ഥാപിക്കണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ അതിമാരക മയക്കുമരുന്നായ യെല്ലോ മെത്താംഫെറ്റമിനുമായി 2 പേർ ചേർപ്പ് എക്സൈസിന്റെ പിടിയിലായി. വല്ലച്ചിറ സ്വദേശി 23 വയസ്സുള്ള അക്ഷയ്, പരിയാരം സ്വദേശി 21 വയസ്സുള്ള അതുൽ കൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് വല്ലച്ചിറ മിനി ഗ്രൗണ്ടിന് സമീപം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരിൽ നിന്നും 5 ഗ്രാം യെല്ലോ മെത്താംഫെറ്റമിൻ എക്സൈസ് കണ്ടെടുത്തു. 1/2 ഗ്രാമിന് 2000 രൂപ നിരക്കിലാണ് പ്രതികൾ വിൽപ്പന നടത്തിയതെന്ന് എക്സൈസ് അറിയിച്ചു. കുന്നംകുളം കേച്ചേരിയിൽ യുവാവ് ബന്ധുവിന്റെ കോഴിക്കട കത്തിച്ചു. കടയിലുണ്ടായിരുന്ന നിരവധി കോഴികൾ വെന്തുചത്തു. സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി എരനെല്ലൂർ സ്വദേശി 32 വയസ്സുള്ള അഖിലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കേച്ചേരി പെരുമണ്ണ് സ്വദേശി ചന്ദ്രന്റെ കോഴിക്കടയാണ് പ്രതി കത്തിച്ചത്. പ്രതിയുടെ ബന്ധുവായ ചന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രതി മറ്റു ബന്ധുക്കളുമായി തർക്കമുണ്ടാക്കുന്നത് തടഞ്ഞിരുന്നു. ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് പ്രതി കട കത്തിച്ചത്. പുലർച്ചെ 3:30-ഓടെ കോഴിക്കടയിലെത്തിയ പ്രതി അഖിൽ കടയിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നുവെന്ന് പറയുന്നു. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ ചന്ദ്രനും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്.
15,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായതായി ചന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിയിൽ ദിവസങ്ങൾക്ക് മുൻപ് വീട്ടമ്മയുടെയും വയോധികയുടെയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ സ്വർണ്ണമാലകൾ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പള്ളിക്കരയിൽ ഏപ്രിൽ 30-നാണ് വീടിന് മുന്നിൽ വെച്ച് തോച്ചപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ 80 വയസ്സുള്ള ഉർവശിയുടെ 1.5 പവൻ തൂക്കം വരുന്ന മാലയും ഇവരുടെ പേരക്കുട്ടിയായ ദിനേശന്റെ ഭാര്യ 40 വയസ്സുള്ള രജിതയുടെ വായ പൊത്തിപ്പിടിച്ച് കഴുത്തിൽ കിടന്നിരുന്ന 4 പവൻ സ്വർണ്ണമാലയും ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൂടിയാലോചനകളില്ലാതെ നടത്തിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം 10,000-കണക്കിന് തൊഴിലപേക്ഷകരെ ദുരിതത്തിലാക്കിയെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം. ജില്ലാ ഡ്രൈവിംഗ് സ്കൂൾ മസ്ദൂർ സംഘം പാലക്കാട് RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസങ്ങൾക്ക് മുൻപ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്ക് ലൈസൻസും വാഹനം രജിസ്റ്റർ ചെയ്തവർക്ക് RC ബുക്കും ലഭിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങൾ ഈടാക്കുന്ന ഫീസിന്റെ 50 ഇരട്ടി ഈടാക്കിയിട്ടും കേരള ഗതാഗത വകുപ്പ് സാമ്പത്തിക പ്രതിസന്ധിയിലായത് എങ്ങനെയെന്ന് മന്ത്രി വിശദീകരിക്കണം. നിലവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ അപേക്ഷിച്ചവർക്ക് ലൈസൻസ് ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കണം. മണ്ടൻ തീരുമാനങ്ങളിൽ നിന്ന് ഗതാഗത വകുപ്പ് പിന്മാറണമെന്നും സലീം തെന്നിലാപുരം ആവശ്യപ്പെട്ടു. അശാസ്ത്രീയമായ അല്ലെങ്കിൽ ഒരു പുതിയ പരിഷ്കാരം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മുൻഗണനാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയും ആ നടപ്പിലാക്കിയപ്പോൾ അത് പഠിച്ചുകൊണ്ട് അതിന്റെ പരാതികളും അതിന്റെ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കൃത്യമായി പരാതിയില്ലാതെയാണ് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കേണ്ടത്. അതിനു പകരം ഒറ്റയടിക്ക് കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ നിരവധിയായി അടിച്ചിറക്കിയ സർക്കുലർ പ്രകാരം കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പണിയെടുക്കുന്ന 10,000-കണക്കിന് വരുന്ന തൊഴിലാളികൾ അവർ ചെയ്യുന്ന ഉപജീവനം ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ജോലി സുരക്ഷിതത്വം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വലിയൊരു ദുരിതത്തിലേക്കാണ് ഈ മേഖലയെ സർക്കാർ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഉഷ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വി ശിവദാസ്, PA ബാലസുബ്രഹ്മണ്യം, K ഹരിദാസ്, P വിനോദ്, K ഹരിദാസ്, V രാജേഷ് ചെത്തല്ലൂർ, K ഉണ്ണി, K അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ജീവികൾ ചത്തതിന് പിന്നാലെ സ്ഥാനമൊഴിയാൻ കത്ത് നൽകി പാർക്ക് ഡയറക്ടർ R കീർത്തി. സ്ഥലം മാറ്റം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് മേധാവിക്കാണ് കീർത്തി കത്ത് നൽകിയത്. പാർക്കിലെ 4 പക്ഷികളും ഒരു മാനും കഴിഞ്ഞ ദിവസം ചത്തിരുന്നു. ഇതിൽ ഒറ്റതിരിഞ്ഞ് ഡയറക്ടറെ ആക്രമിച്ചതിലുള്ള മനോവിഷമമാണ് കാരണമെന്നാണ് സൂചന. ദിവസങ്ങൾക്ക് മുൻപാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ 4 പക്ഷികളും ഒരു മാനും ചത്തത്. ബാക്ടീരിയൽ ഇൻഫെക്ഷനും കൂടുമാറ്റവുമാണ് ജീവികൾ ചാവാനിടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ സംഭവത്തിൽ വസ്തുത പരിശോധിക്കാതെ ഒറ്റതിരിഞ്ഞ് കീർത്തിയെ കുറ്റപ്പെടുത്തിയിരുന്നു. അതിലുള്ള മനോവിഷമമാണ് പാർക്ക് ഡയറക്ടർ R കീർത്തിയെ സ്ഥാനമൊഴിയാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം. സ്ഥലം മാറ്റം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡയറക്ടർ വനം വകുപ്പ് മേധാവിക്ക് കത്തു നൽകി. പാർക്ക് സ്പെഷ്യൽ ഓഫീസറുടെ നടപടിയും സ്ഥാനമൊഴിയാൻ ഇടയാക്കി. ജീവികൾ ചത്തതിനെ തുടർന്ന് സ്പെഷ്യൽ ഓഫീസർ പരസ്യമായി തന്നെ ഡയറക്ടറോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. സംഭവത്തിൽ സ്പെഷ്യൽ ഓഫീസർക്കെതിരെ ചീഫ് സെക്രട്ടറിക്കും ഡയറക്ടർ പരാതി കൈമാറി. R കീർത്തിയുടെ സ്ഥാനമൊഴിയൽ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സുവോളജിക്കൽ പാർക്കിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ആശങ്കയുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 12ാം റെയിൽ സൂർ സംഗമവും 1974 റെയിൽവേ സമരത്തിന്റെ കനക ജൂബിലി ആഘോഷവും അനുസ്മരണ സമ്മേളനവും നടന്നു. ഷൊർണൂർ നിള റെസിഡൻസിയിൽ നടന്ന പരിപാടി TN വെങ്കടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ M രാമചന്ദ്രൻ അധ്യക്ഷനായി. GR പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. KS കർത്ത പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. സമരത്തിൽ പങ്കാളികളായ RG പിള്ള, TN വെങ്കടേശ്വരൻ, KSR കർത്ത, K രാധാകൃഷ്ണൻ, P പരമേശ്വരൻ എന്നിവരെ ആദരിച്ചു. അതുപോലെ ഒന്നായിരുന്നു 74 സമരം എന്നുള്ളത്. തീർത്തും ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്, വലിയൊരു നേട്ടമാണ്. ചടങ്ങുകൾക്ക് M രാമചന്ദ്രൻ, C സതീശൻ, P അറുമുഖൻ, MN മോഹനൻ, C ജയരാജൻ, T ശാന്തകുമാർ, KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റോഡില്ലാത്തതിനാൽ അരനൂറ്റാണ്ടിലേറെ ദുരിതം പേറി കഴിഞ്ഞ 8ഓളം കുടുംബങ്ങൾക്ക് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ താൽക്കാലിക റോഡ് നിർമ്മിച്ചു നൽകി. മങ്കര 9ാം വാർഡിലെ കോട്ടക്കുന്ന് ഭാഗത്തെ കുടുംബങ്ങൾക്കാണ് റോഡ് നിർമ്മിച്ചു നൽകിയത്. പ്രദേശത്തെ 8ഓളം കുടുംബങ്ങൾ അരനൂറ്റാണ്ടിലേറെയായി ദുരിതത്തിലായിരുന്നു.
നടക്കാനായി വരമ്പ് മാത്രമായിരുന്നു ഇവരുടെ ഏക ആശ്രയം. രോഗികളെയും ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നുവെന്ന് പ്രദേശവാസികൾ STV ന്യൂസിനോട് പറഞ്ഞു. ഈ പ്രദേശത്ത് ഒരു മരണം നടന്നാൽ പോലും 250 മീറ്ററോളം ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു. സ്ഥലം കൂടി കൊണ്ടുപോകാൻ ഒരു വഴിയില്ല. അരക്കി ചേർത്തിക്കൂടിയാണ് ഇതുവരെ നടന്നത്. ഞങ്ങളെ ഒന്ന് നല്ലപോലെ സഹകരിച്ചാൽ നല്ലതാണ്. ഇവരുടെ ദുരിതകഥ CPM നേതൃത്വത്തെ അറിയിച്ചതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. റോഡിനായി സുമനസ്സുകൾ ഭൂമിയും വിട്ടു നൽകി. കൃഷ്ണദാസ് ചാത്തങ്കണ്ടം, പ്രഭു, മുത്തു, സുധാകരൻ, ഉണ്ണികൃഷ്ണൻ, ഹൗവ ഉമ എന്നിവരാണ് ഭൂമി വിട്ടു നൽകിയത്. CPM ലോക്കൽ സെക്രട്ടറി ER ശശി, CK ചെന്താമരാക്ഷൻ, വാർഡംഗം EP സുരേഷ്, ആദൻ, സുധാകരൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനം. റോഡ് സൈഡ് വശം കെട്ടി ഗതാഗത യോഗ്യമാക്കാൻ MLA ഫണ്ട് ഉപയോഗിച്ച് നടപടി സ്വീകരിക്കുമെന്ന് CPM നേതാക്കൾ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. വാർത്താ ചിത്രീകരണത്തിനിടെ കാട്ടാനയുടെ ആക്രമണം. മാതൃഭൂമി ന്യൂസ് ക്യാമറാമാന് ദാരുണാന്ത്യം. മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി 34-കാരൻ മുകേഷാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ മലമ്പുഴ പനമരക്കാടിനു സമീപം ആന പുഴ കടന്നു പോകുന്ന ദൃശ്യം പകർത്തുന്നതിനിടെയായിരുന്നു അപകടം. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. കാട്ടാനപ്പേടിയിലമർന്ന് തൃശൂർ വടക്കാഞ്ചേരി നഗരസഭയിലെ അഗമല ഗ്രാമം. തൃശൂരിൽ അതിമാരക മയക്കുമരുന്നായ യെല്ലോ മെത്താംഫെറ്റമിനുമായി 2 പേർ പിടിയിൽ. വല്ലച്ചിറ സ്വദേശി 23 വയസ്സുള്ള അക്ഷയ്, പരിയാരം സ്വദേശി 21 വയസ്സുള്ള അതുൽ കൃഷ്ണ എന്നിവരാണ് ചേർപ്പ് എക്സൈസിന്റെ പിടിയിലായത്. കുന്നംകുളം കേച്ചേരിയിൽ യുവാവ് ബന്ധുവിന്റെ കോഴിക്കട കത്തിച്ച് കടയിലുണ്ടായിരുന്ന നിരവധി കോഴികൾ വെന്തുചത്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കേച്ചേരി എരനെല്ലൂർ സ്വദേശി 32 വയസ്സുള്ള അഖിലിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തിയിൽ വീട്ടമ്മയുടെയും വയോധികയുടെയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ സ്വർണ്ണമാലകൾ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പള്ളിക്കരയിൽ ഏപ്രിൽ 30-നാണ് 80 വയസ്സുള്ള ഊർവശിയുടെയും 40-കാരി രജിതയുടെയും സ്വർണ്ണമാലകൾ ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.